നമസ്കാരം. ആരാകും അടുത്ത കൂടുതൽ കരുത്തനായ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ? ജെ.പി. നദ്ദയുടെ പുതിയ റോൾ എന്ത്? പ്രധാനമന്ത്രി തുടരുമോ? അമിത്ഷാ, രാജ്നാഥ് സിംഗ്, യോഗി ഇവർക്ക് പുതിയ ദൗത്യങ്ങൾ ലഭിക്കുമോ? ഭാരതം കാത്തിരിക്കുന്ന ആ നിർണായക തീരുമാനത്തിനായി കേരളമടക്കം സംസ്ഥാനങ്ങൾ പുതുദൗത്യത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഇവർ മാറ്റും. വികസനങ്ങൾ മോദി സർക്കാരിന്റെ സമ്പത്താണ്. ഭീകരവാദവും രാജ്യവിരുദ്ധതയും നക്സലിസവും വെച്ച് പൊറുപ്പിക്കാത്ത ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യു.പിയുടെ വികസനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും വിദേശീയർക്കും അത്ഭുതമാണ്. അതിനു പിന്നിൽ യോഗി ആദിത്യനാഥാണ്. ജെ.പി. നദ്ദയും രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾക്ക് ചിറകുകൾ നൽകിയ വ്യക്തികളാണ്. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനം ബി.ജെ.പി. അടുത്ത ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തോടെ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ജെ.പി. നദ്ദ 2019 മുതൽ പാർട്ടിയെ നയിക്കുന്നു. നദ്ദയ്ക്ക് മുമ്പ് അമിത്ഷാ ആയിരുന്നു ദേശീയ പ്രസിഡന്റ്. പുതിയ പ്രസിഡന്റിന്റെ പ്രൊഫൈൽ സംബന്ധിച്ച് നിരവധി ഘടകങ്ങൾ പരിഗണിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളാകാൻ സാധ്യതയുണ്ട്. ബി.ജെ.പി. വളർച്ച ലക്ഷ്യമിടുന്ന മേഖലയാണ് ദക്ഷിണേന്ത്യ. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉന്നത തസ്തികകളിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ദളിത് വ്യക്തിയാകാനും സാധ്യതയുണ്ട്. അതോ മണ്ഡലത്തിൽ ഒരു സ്ത്രീയെ നിർത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അതോ ബി.ജെ.പിയുടെ ഹിന്ദുത്വ മുന്നേറ്റം ചെറുക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ജാതി സെൻസസ് കാർഡ് കളിക്കുന്നത് പോലെ ഒരു ഒ.ബി.സിയിൽ നിന്നുള്ള ആളായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ പല ഘടകങ്ങളാണുള്ളത്. ബി.ജെ.പിക്ക് വേണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു പുതിയ മേധാവിയെ തിരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി, വനിതാ വിഭാഗം പ്രസിഡന്റ് വാനതി ശ്രീനിവാസൻ എന്നിവർ മത്സരാർത്ഥികളാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗമായ ശ്രീനിവാസൻ 2021 കോയമ്പത്തൂർ സൗത്ത് നിയമസഭാ സീറ്റിൽ നിന്ന് കമൽഹാസനെ പരാജയപ്പെടുത്തിയിരുന്നു. തെലങ്കാന യൂണിറ്റ് പ്രസിഡന്റായ റെഡ്ഡി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. അതേസമയം തമിഴ്നാട്ടിൽ സ്ഥാനമുറപ്പിക്കാനും യുവതലമുറയെ കൊണ്ടുവരാനുമായി അണ്ണാമലയെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും വാർത്തകളുണ്ട്. പ്രവൃത്തി പരിചയത്തിന്റെയും കഴിവിന്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നിവരുൾപ്പെടെയുള്ള പേരുകളും ഇവിടെ പ്രസക്തമാകുന്നു. മോദി മന്ത്രിസഭയിലെ മികച്ച തെരഞ്ഞെടുപ്പ് പരിചയമുള്ള പ്രമുഖ ഒ.ബി.സി മുഖങ്ങളാണ് ഇരുവരും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടാർ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരുടെ പേരുകൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇവരിൽ ആര് ബി.ജെ.പി. ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയാലും വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.